പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 10-ാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോമ്പറ്റീഷൻ. ആര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അത് അവരുടെ പ്രിപ്പറേഷനെ അനുസരിച്ചിരിക്കും. നമ്മൾ ഓരോ ദിവസവും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നെയിം ഓഫ് ഇന്ത്യസ് ആം റെസ്ലിംഗ് ചാമ്പ്യൻ ഡിഫീറ്റ്സ് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് ബോഡി ബിൽഡർ ലാരി വീൽസ് ഇൻ എ സൂപ്പർ മാച്ച് ഹെൽഡ് ഇൻ ദുബായ്. ദുബായിൽ നടന്ന ഒരു സൂപ്പർ മത്സരത്തിൽ ലോകത്തെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡർ ലാറി വീലിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ആംസ് റെസ്ലറിൻ്റെ പേര് രാഹുൽ പണിക്കർ. ഇന്ത്യയുടെ 70 kg കാറ്റഗറിയിൽ വിജയിച്ച ഇന്ത്യൻ നാഷണൽ ആം റെസ്ലർ രാഹുൽ പണിക്കർ ആണ് ദുബായിൽ നടന്ന ഒരു മത്സരത്തിൽ ലാരി വീൽസ് വില്യംസ്, അമേരിക്കയുടെ പവർ ലിഫ്റ്ററും ബോഡി ബിൽഡറുമായിട്ടുള്ള ലാരി വീൽസ് വില്യംസിനെ പരാജയപ്പെടുത്തിയത്. What is the maximum speed Indian Railway could achieve as a landmark achievement at the beginning of 2021? 2021 തുടക്കത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു നേട്ടമായി കൈവരിക്കാൻ കഴിഞ്ഞ പരമാവധി വേഗത എത്രയാണ്? 130 km/h. 1612 കിലോമീറ്റർ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഗോൾഡൻ ഡയഗണൽ റൂട്ടിൽ 1280 കിലോമീറ്റർ 130 km/h ഓടിച്ച് ഇന്ത്യൻ റെയിൽവേ 2021 ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കണക്കാക്കുന്നു. ദി COVID-19 വാക്സിനേഷൻ ഡ്രൈവ് ഇൻ ഇന്ത്യ വിൽ ബിഗിൻ ഓൺ വിച്ച് ഡേറ്റ്? ഇന്ത്യയിലെ COVID-19 വാക്സിനേഷൻ ഏത് തീയതിയിൽ ആരംഭിക്കും? ജനുവരി 16, 2021. 2021 ജനുവരി 16-ാം തീയതി 3 കോടിയോളം ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനും ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ നൽകിക്കൊണ്ട് 2021 ജനുവരി 16-ാം തീയതി COVID-19 വാക്സിനേഷൻ ആരംഭിക്കും. വാട്ട് വാസ് ദ തീം ഓഫ് ദി 16th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ഓൺ 9th ജനുവരി 2021? 2021 ജനുവരി 9-ന് സംഘടിപ്പിച്ച 16ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ പ്രമേയം എന്തായിരുന്നു? കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. 2021 ജനുവരി 9-ാം തീയതി പ്രൈം മിനിസ്റ്റർ മോദി 16ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രധാന പരിപാടിയാണിത്. ഇത് വിദേശ പൗരന്മാരുടെ ഇടപഴകുന്നതിനും ബന്ധപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന വേദി നൽകുന്നു. ഈ പരിപാടിയിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും സംസാരിക്കും. ഫോർ ഹൗ മെനി ഇയേഴ്സ് ഇന്ത്യ വിൽ ബി ദി co-chair ഓഫ് ഏഷ്യ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് പാർട്ട്ണർഷിപ്പ് APAP? എത്ര വർഷത്തേക്കാണ് ഏഷ്യ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് പാർട്ട്ണർഷിപ്പ് APAPയുടെ co-chair ആയിട്ട് ഇന്ത്യ നിൽക്കാൻ പോകുന്നത്? 3 years. co-chair എന്ന നിലയിൽ ഇന്ത്യ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അവരുടെ വന്യജീവി സംരക്ഷിത പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. ഏഷ്യ പ്രൊട്ടക്റ്റഡ് ഏരിയസ് പാർട്ട്ണർഷിപ്പിൽ 17 രാജ്യങ്ങളുണ്ട്. നെയിം ഓഫ് ദ പാസഞ്ചർ പ്ലെയിൻ ഓഫ് ഇന്തോനേഷ്യസ് ക്യാരിയിങ് 62 people ഓൺ ബോർഡ് ക്രാഷ്ഡ് ഇൻ ടു വാട്ടേഴ്സ് ഓഫ് ജക്കാർത്ത ഓൺ 9th ജനുവരി 2021. 62ഓളം പേര് ജക്കാർത്തയിൽ നിന്നും പറന്നുവരുന്ന 2029 ജനുവരി 9-ാം തീയതി തകർന്ന വിമാനത്തിൻ്റെ പേര്? ശ്രീവിജയ എയർ. ഇന്തോനേഷ്യയിലെ ബോർണിയോ ഐലൻഡിലെ വെസ്റ്റ് കലിമന്റാനിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പോണ്ടിയാനക്കിലേക്ക് പറന്ന വിമാനമാണ് 2021 ജനുവരി 9-ാം തീയതി തകർന്നത്. 26 വർഷം പഴക്കമുള്ള ബോയിങ് 737-500 ശ്രീവിജയ എയർലൈൻസിൻ്റെ വിമാനമാണ്. Which country has recently passed
ദി മലാല യൂസഫ്സായ് സ്കോളർഷിപ്പ് ആക്ട്? ഏത് രാജ്യമാണ് അടുത്തിടെ മലാല യൂസഫ്സായ് സ്കോളർഷിപ്പ് നിയമം പാസാക്കിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പാകിസ്ഥാനി വനിതകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ് മലാല യൂസഫ്സായ് സ്കോളർഷിപ്പ് ആക്ട്. ഇത് നൽകി വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.